حضرة سيدنا مصطفى محمد صلى الله عليه وسلم شيخنا محمد بن واسع رضي الله عنه جميع من ذكرناهم الفاتحة وجميع أساتذتنا ومشايخنا وأستاذ الأساتذة بحر العلوم وجميع شيخنا وأستاذنا تقييد محمد الظالمي القادري وشيخنا وسندنا أستاذنا سيدنا بن سعد رضي الله عنه من മഹാനവറുകൾ മുഹമ്മദ് ബിൻ വാസിദ് തങ്ങളെ പറ്റി പറയാണ്. ദഖലാല ഖുതൈബത്ത് ബിൻ മുസ്ലിമിൻ, മഹാനായ ഖുതൈബത്ത് ബിൻ മുസ്ലിമിൻ തങ്ങളക്കൽ കടന്നു. അബൂ ഹഫ്സ് എന്ന പേരുള്ള ആളാണ്. ഫഅലൈഹി ജുബ്ബത്തു സൂഫിൻ, ഓരടുത്ത് നല്ലൊരു സൂഫിന്റെ ജുബ്ബയുണ്ട്. ഖാല ലഹു ഖുതൈബത്ത് ലിമൻ ലബിസ്ത സൂഫാനി, എന്തെങ്കിലും സൂഫ് വസ്ത്രം ധരിക്കാൻ, പഞ്ഞവസ്ത്രം എന്നൊക്കെ പറയാം. അപ്പൊ സക്കത്ത് ഒന്നും വേണ്ടിയില്ല. ഒമാത്തക്കല്ലമ, സംസാരിച്ചതേ ഇല്ല. അപ്പൊ സക്കത്ത സുക്കൂറ്റായി ഒമാത്തക്കല്ലമ വേണ്ടിയില്ല. അത് രണ്ട് പ്രയോഗമുണ്ട്. നമ്മള് സക്കത്താവ കറാറെന്ന് പറയുന്നുണ്ട്. നമ്മളെ മിസ്കാത്തിന്റെ തുടക്കത്തിൽ സക്കത്താവ കറാറ. സക്കത്ത കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എന്തുണ്ടാവും, പിന്നെ വഹി വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വഹി വരും, പിന്നെ അത് ഇല്ലാതാക്കി കളയും. സക്കത്ത കറാറയാകുമ്പം പിന്നെ വഹി വന്നിട്ടില്ല, അത് ശരിയാണെന്ന് അറിയിക്കും. അതേപോലെ ഇവിടെ സക്കത്ത ഒന്നും വേണ്ടിയില്ല, സുക്കൂത്തായി, പിന്നെ ഒമാത്തക്കല്ല, പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചില്ല. വീണ്ടും ചോദിച്ചു, ഒന്നും മിണ്ടുന്നില്ല. തുമ്മസാനോ സാനിയൻ ഫലം മിണ്ട് കാല ലിമലാത്തക്കല്ലം, എന്റെ മിണ്ടാത്ത കാല ഒമാക്കൂല്, ഞാൻ എന്ത് പറയണം, എന്താണ് ഞാൻ പറയേണ്ടത് അത് പറയും. ഫൈനി വൈൻ തക്കല്ലം തുഫീദാലിക്ക, എന്തിനെ നിങ്ങൾ ഈ ജുബ്ബ ധരിക്കാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ആ വിഷയത്തിൽ ഞാൻ വല്ലതും സംസാരിക്കുകയാണെങ്കിൽ യക്കൂന് കലാമി, ഒന്നുകിൽ ആ ജുബ്ബ ധരിക്കായ്മ എന്നത് കൊണ്ടുള്ള എന്റെ സംസാരം സനാഅൻ, ഇമ്മ സനാഅൻ അല സുഹുദി, ചിലപ്പോ ഞാൻ എന്റെ സുഹുദിന്റെ മേൽ അറിയിക്കും. എന്ത് മാഷാ അല്ലാഹ്, നമ്മള് നോട്ടീസ് അയച്ചിറക്കിയ നമ്മള് സുഹൃദ് സാഹിദീങ്ങളാന്ന് പറയാം. അവര് പറയാണ്, ഞാനങ്ങനെ മിണ്ടാതിരുന്നാല്, ഞാൻ വല്ലതും സംസാരിച്ചാൽ എനിക്കൊരു ഇവിടെ ആശയമുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എന്താവും, ഞാൻ വലിയ സുഹൃത്തിന്റെ ആളാണെന്ന് അറിയിക്കുമല്ലോ. അത് വേണ്ട. ഇനി അതല്ല, ഒന്നേ ഉള്ളു, എന്ത് ചെയ്യാനാ, എന്താണ് ഇപ്പൊ ജുബ്ബയുടെ ആവശ്യം, ജുബ്ബ ഇപ്പൊ എല്ലാത്തിനും ചെയ്യും എന്ന് പറഞ്ഞാലോ, ജുബ്ബ ഇല്ലാതെ എങ്ങനെ ധരിക്കും എന്ന് പറയുകയാണെങ്കിൽ വൈമാ ശിക്കായത്ത മിനല്ലാഹി തആല അലൽ ഫഖർ, ഫഖറിന്റെ മേൽ അള്ളാഹുവിന്റെ മേൽ അള്ളാഹിന്റെ അടുക്കൽ ആവലാതി പറയാം. ഇത് രണ്ടും വേണ്ടാന്ന് വെച്ചിട്ട് ഒന്നും ഇല്ലാത്തില്ല. മാഷാ അല്ലാഹ്, ഇങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതം എന്ന് പറയാം. നമുക്ക് എന്തെല്ലാം തോന്നിവാസങ്ങൾ നമ്മൾ പറയും. അവർ സംസാരിക്കുന്ന ആഖിലീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ പറ്റി പറഞ്ഞല്ലോ, സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്നവർ. ഞാനിത് പറയലുകൊണ്ട് വല്ല ഫായത ഉണ്ടോ, ദീനിന് വല്ല നേട്ടമുണ്ടോ, ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഉണ്ടാതിരിക്കും. അല്ലെങ്കിൽ മുണ്ടാതിരിക്കും. അല്ല, പറഅബിനല്ലോ, മൂപ്പരുടെ മകനെ കണ്ട്, ഈ മുഹമ്മദ് ബിൻ സാസിന്റെ മകനെ കണ്ടപ്പോ ഓനിച്ചിരി ചെയ്തൊരു അടിപൊളി ചെറുക്കന, വലിയ മൊബൈലൊക്കെ വെച്ചിങ്ങനെ നടത്തത്തിലൊക്കെ ഇച്ചിരി ഗമയായിട്ടൊക്കെ നടക്കുന്നു. അങ്ങനെ എന്താ ഇജ്ജ് അറിയോ, ഇജ്ജ് ആരാന്ന്? എന്റെ ഉമ്മാനെ ഞാൻ പൈസ കൊടുത്ത് പഠിച്ചാൽ, തവിട് കൊടുത്ത് പഠിച്ചാൽ നടത്തില്ല നമ്മള്. എന്റെ ഉമ്മാനെ ഞാൻ 200 ദിർഹം കൊടുത്തിട്ട് ചന്തേന്ന് വാങ്ങിയതാ. എന്റെ അടിമയുടെ കുട്ടിയാ, അടിമപ്പെണ്ണിന്റെ. വാബൂക്കമ്മൻ ലൈസ ബൈനൻ നാസി അഹദുൻ അതല്ല അങ്കസമെന്നു. എന്റെ വാപ്പായെ സംബന്ധിച്ച് പറയുകയാണെങ്കിലോ, ജനങ്ങളുടെ അയാളെക്കാൾ ഏറ്റവും നുക്സാനിയത്തുള്ള, പോരായ്മയുള്ള, അയാളെക്കാൾ നിസാരനായ ഒരാൾ കാണില്ല ജനദൃഷ്ടിയിൽ. അതെന്റെ അർത്ഥം. അതുകൊണ്ട് നീ ഇങ്ങനെ വലിയ തബഖ്തുറത്ത് നടക്കാൻ നിന്റെ ജോലി വെക്കുമെന്ന് പറഞ്ഞു. ഫഹാദ തബഖ്തുറു മിൻ അയ്നിലക, നിനക്ക് എവിടുന്നടാ ഈ തബഖ്തുർ, ഈ പൊങ്ങച്ചാട്ട് ഇങ്ങനെ നടക്കൽ എവിടുന്ന് കിട്ടിയതെന്ന് ചോദിച്ചു. ആ മക്കളെ നിയന്ത്രിക്കല് വലിയ വിഷയമാണ്. ഇപ്പൊ കണ്ടില്ലേ, മക്കളുമാരായാലും പഠിച്ചമ്പുരാനെ, ബൈക്കിന്റെ മുകളിൽ ബൈക്കും, ഫാനും ഫോണും, എന്റെ റബ്ബേ, ഓരോ മക്കളുമാരുടെ അവസ്ഥ എന്തെന്നാണ്. മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോയത് തന്നെയാണ് കാര്യം. മോനെ വിളിച്ചിട്ട് ഇവിടെ പറ, നീ എന്തെങ്കിലും ഫഖറായിട്ടൊക്കെ നടക്കുന്നു, ഇത് എനിക്ക് എവിടുന്ന് കിട്ടിയതാ ഈ ഫഖർ എന്ന് മകനെ വിളിച്ച് വേഗം ഉണർത്തി കൊടുത്തു, ഉപദേശിച്ചു കൊടുത്തു. ഇതല്ലേ വേണ്ടത്. ഈലോ കൈഫ എന്താന്ന് ചോദിച്ചു, എങ്ങനെയൊക്കെ ഉണ്ട് അബീബേന്ന് ചോദിച്ചു. എന്താ പറയാനാ, ആയുസ് ചുരുങ്ങിയ ആളിന്റെയും
പാപം വരുത്ത ആരുടെയും കാര്യം എന്ത് പറയാനാ? കൈഫ എന്താ ഖാല കൈഫ യകൂനു മൻ യുന്തഖസു ഉംറുഹു വതസ്ദാദു ദുനൂബുഹു, ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പാപങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു, അയാളെ പറ്റി എന്ത് പറയാൻ? മനസ്സിലായി? ഈ കത്തിയുള്ളൂ. മക്കളുമാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മളെ മക്കളുമാരൊക്കെ ഒരു ബൈക്കിലെ 4 പോകുന്നത്, എന്ത് ചെയ്യുമ്പോൾ? ഇതാണ് ഇപ്പൊ അവസ്ഥ. അതുകൊണ്ട് മക്കളെ നിയന്ത്രിക്കണം. മുമ്പിലോട് ചോദിച്ചിട്ട് അവിടാ നീ ഇതെങ്ങനെ കഴിയുന്നേ? നിനക്ക് നിന്റെ വാപ്പ നിനക്ക് ഏതാണെന്നറിയാം, നിന്റെ ഉമ്മ ഏതാണെന്നറിയാം. മുമ്പരോട് ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോഴാ എന്താ പറയാനാ, ആയുസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു, പാവം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വഖാല മഹാനവറുകൾ കാന ആയിരുന്നു ഫിൽ മഅരിഫത്തി റാസിഖൻ, മഅരിഫത്തിൽ വളരെ റാസിഖായിരുന്നു, വളരെ റസൂഖുള്ള ആളായിരുന്നു. ഞാൻ വരെ മരുന്നിട്ട് ഇതിന് കഴിയും. ഒമിൻ കലാമി എന്നോ കാലം മാറായത്ത് ഷെയ്നില്ല പറയത്തുല്ലാഹു ഫീ, ഞാൻ ഒരു ഷെയ്നെയും കാണുന്നില്ല അള്ളാഹിനെ അതിൽ കണ്ടിട്ടല്ല. അള്ളാഹിനെ കാണുന്നതിൽ അള്ളാഹിന്റെ അസർ, അള്ളാഹിന്റെ പ്രവർത്തനവും അള്ളാഹിന്റെ ഖുദ്റത്തും അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നു പറഞ്ഞതിനർത്ഥം. വഖീല ലഹു തഅരിഫുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ അറിയുമെന്ന് ചോദിച്ചു. മുണ്ടില്ല കുറച്ചു നേരത്ത്, എന്നിട്ട് തല താത്തിക്കൊണ്ടിരുന്നു. ثم رفع رأسه, തല ഉയർത്തി. وقال من عرفه عز وجل, പടച്ചോനെ അറിഞ്ഞവർ قل كلامه وكثر تحيره, കലാമ് വളരെ കുറവായിരിക്കും, ഭയങ്കരമായ വിഷമമായിരിക്കും. തഹയ്യുർ, എന്താവും എന്താവും എന്താവും. കണ്ടില്ലേ ബോക്കേസാനെ പറ്റി ഞങ്ങൾ കേട്ടില്ലേ, എന്തോരം കരച്ചിലാണ്, ഭയങ്കര കരച്ചില്. 3 മണിയാകുമ്പോൾ ഭയങ്കര കരച്ചിലെടുക്കുന്നു. അങ്ങനെ തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഉസ്താദ് ഖുർആനായിട്ട് ഇങ്ങനെ കരയാം. എന്തിങ്ങനെ കരയുന്ന ഉസ്താദ് ചോദിച്ചപ്പോൾ മരിച്ചു പോകട്ടെ തങ്ങൾ പപ്പാന്ന് ചോദിച്ചു. ഓഹ് ആരാ ബഹറുലുലുമേ, നമ്മളൊക്കെ എന്താ. ഫഖാല, മഹാനവറുകൾ പറഞ്ഞു, മൻ അറഫ അല്ലാഹ തആല, അല്ലാഹനെ മനസ്സിലാക്കി, വഅസ്സത്ത് ബിഹി, അല്ലാഹനെ കൊണ്ട് ഇസ്സത്തുള്ള, മഅരിഫത്തുഹു, അല്ലാഹനെ കൊണ്ട് അല്ലാഹനെ അറിയൽ വളരെ ഇസ്സത്തായി, ഉന്നതമായി. അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ ഹഖ അലൈഹി, അവന്റെ മേൽ അത്യന്താപേക്ഷിതമാകും, അല്ലാ യൻദുറ ഇലാ ഗൈരി, അള്ളാഹു അല്ലാത്തതിലേക്ക് നോക്കാനോ ചിന്തിക്കാനോ പാടില്ല. ഫലാ യഖ്താറു അലൈഹി ശൈഅൻ, അള്ളാഹു അല്ലാത്തതിനേക്കാൾ ഒന്നിനെയും തിരഞ്ഞെടുക്കരുത്. നമ്മളൊക്കെ നഫ്സിന്റെ അടിമകളാണ്, ശൈത്താന്റെ അടിമകളാണ്. അബ്ദുൽ ഹവാ, അബ്ദുൽ ശൈത്താൻ, അബ്ദുൽ നഫ്സി എന്നതാണ് നമ്മൾ. അല്ലാഹു No.